വിജയ് നായകനാക്കി ജോൺ മഹേന്ദ്രൻ സംവിധാനം ചെയ്ത റൊമാന്റിക് കോമഡി ചിത്രമാണ് സച്ചിൻ. വിജയുടെ എക്കാലത്തെ മികച്ച റൊമാന്റിക് ചിത്രമായി കണക്കാക്കപ്പെടുന്ന സിനിമയ്ക്ക് വലിയ ആരാധകരാണ് ഉള്ളത്. ഇപ്പോഴിതാ പുറത്തിറങ്ങി 20 വർഷത്തിന് ശേഷം സച്ചിൻ വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ്. മികച്ച വരവേൽപ്പാണ് എല്ലായിടത്തും സിനിമയ്ക്ക് ലഭിക്കുന്നത്. ചിത്രം ആദ്യ ദിനം തന്നെ വലിയ നേട്ടമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആദ്യ ദിനം സച്ചിൻ ബോക്സ് ഓഫീസിൽ നിന്നും 10 കോടിയോളം നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു റീ റിലീസ് ചിത്രം നേടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ഉയർന്ന കളക്ഷനാണിത്. വിജയുടെ തന്നെ സിനിമയായ ഗില്ലിയാണ് കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത്. ഗംഭീര സ്വീകരണമാണ് സച്ചിന് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. പല തിയേറ്ററിലും എക്സ്ട്രാ ഷോ അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. തിയേറ്ററിനുള്ളിലെ ആരാധകർ ആട്ടവും പാട്ടും സോഷ്യൽ മീഡിയയിൽ വൈറലുമാണ്. ഗില്ലിക്ക് ശേഷം റീ റിലീസിൽ സച്ചിനും ഹിറ്റടിക്കുമെന്നാണ് ആരാധകർ പറയുന്നത്. തിയേറ്ററുകളെ ഹരം കൊള്ളിക്കാൻ വിജയ് സിനിമ തന്നെ വരണമെന്നും ഈ വൈബ് വേറൊരു നടന് ചിത്രങ്ങൾക്ക് തരാൻ കഴിയില്ലെന്നും അഭിപ്രായമുണ്ട്. ഗില്ലി നേടിയ 32 കോടിയാണ് റീ റിലീസിൽ ഒരു തമിഴ് സിനിമ നേടിയ ഏറ്റവും വലിയ കളക്ഷൻ. സച്ചിൻ ഈ സിനിമയിൽ കളക്ഷനെ മറികടക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ കണക്കുകൂട്ടൽ. ജെനി, ലിയ, ബിപാഷ ബസു, സന്താനം, വടിവേലു, രഘുവരൻ തുടങ്ങിയവരാണ് സച്ചിനെ പ്രധാന വേഷത്തിൽ എത്തിയിരിക്കുന്നത്. വി ക്രിയേഷന്റെ ബാനറിൽ കലൈപ്പുലി എസ് താനുവാണ് ചിത്രം നിർമ്മിച്ചത്. ദേവിശ്രീ പ്രസാദ് ഈണം നൽകിയ സിനിമയിലെ ഗാനങ്ങളെല്ലാം ഇന്നും വലിയ ഹിറ്റുകളാണ്. ആദ്യ റിലീസിനിടെ രജനീകാന്തിന്റെ ചന്ദ്രമുഖിയോടും കമൽഹാസന്റെ മുംബൈ എക്സ്പ്രസിനോടും ഏറ്റുമുട്ടുകയും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു.